നിലവിൽ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായ മുണ്ടക്കയിൽ അവിടെ താൽക്കാലികമായി അവിടെ നിന്ന് മറുകരയിൽ നിന്ന് ആളുകളെ എത്തിക്കുന്ന നടപടികൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. അത് കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ആ പുഴയിലെ കുത്തൊഴുക്ക് ഒന്ന് കുറയുന്ന മുറയ്ക്ക് അത് വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ദൗത്യസംഘം ആലോചിക്കുന്നത്. പക്ഷേ അപ്പോഴും ആ സമയം ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. കാരണം 5:30 സമയം അടുക്കാൻ പോവുകയാണ്. ഇനി അല്പം സമയം കൂടി കഴിഞ്ഞാൽ അവിടെ ഇരുട്ട് വീഴുന്ന നിലയുണ്ടാകും. അങ്ങനെ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നീട് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന് സ്വാഭാവികമായും ചില വെല്ലുവിളികൾ ഉണ്ടാകും. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മുണ്ടക്കയുടെ ആകാശ ദൃശ്യങ്ങളാണ്. അവിടെ എത്രത്തോളം വലിയൊരു ആഘാതം അതുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വാക്കുകൾ കൊണ്ടത് വിവരിക്കേണ്ട കാര്യമില്ല. ഷഹദ് റഹ്മാൻ കൂടി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ഷഹദ്, ഈ മുണ്ടക്കയിലെ രക്ഷാദൗത്യത്തിൽ നിലവിലുള്ള താൽക്കാലിക പാലം അത് മുങ്ങുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ മുങ്ങാൻ പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അതുകൊണ്ടാണോ ഇപ്പോൾ ഇനി അതുവഴിയുള്ള രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ ഷഹദ്? റിജിത്ത്, നിലവിൽ ആ താൽക്കാലികമായിട്ട്, അതായത് ഇന്നലെ നേവി സംഘം താൽക്കാലികമായി നിർമ്മിച്ച പാലം പൂർണ്ണമായിട്ടും അതിലുള്ള പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഉച്ച മുതൽ ഇവിടെ നല്ല മഴയാണ്. ഈ മഴ കൂടുന്തോറും ഈ ഉൾവനത്തിൽ നിന്ന് നല്ല രീതിയിൽ കുത്തൊഴുക്കിൽ വെള്ളം ഇവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഉണ്ടായതിനേക്കാൾ വലിയ അളവിൽ വെള്ളം ഈ പുഴയിൽ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല കുത്തൊഴുക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പാലം പൂർണ്ണമായിട്ടും മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ അതിലെയുള്ള പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഈ മൺതിട്ടയിലാണ് ഇതിന്റെ ഒരു ഭാഗം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പാലത്തിന്റെ ഒരു ഭാഗം മൺതിട്ടയിലും മറുഭാഗം ഈ കരയിലുമായിട്ടായിരുന്നു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മൺതിട്ട നമുക്ക് അങ്ങനെ വിശ്വസിച്ച് അതിൽ ഉറപ്പിച്ച് ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. കാരണം ഈ പുഴയിൽ ക്രമാതീതമായിട്ട് വെള്ളം ഉയരുന്നുണ്ട്, നല്ല അടിയൊഴുക്കുമുണ്ട്. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഈ മുകളിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച ഈ റെസ്ക്യൂ സംഘം ഇപ്പോൾ ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പാലത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പുഴയിലെ ഒഴുക്ക് പൂർണ്ണമായിട്ട് ഒന്ന് ശമിക്കുകയോ അല്ലെങ്കിൽ മഴ ശമിക്കുകയോ ചെയ്താൽ മാത്രമേ വീണ്ടും ആ പാലം പ്രവർത്തന സജ്ജമാവുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നാളെ വൈകിട്ടോടു കൂടി മാത്രമേ ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ നിർമ്മാണം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നുള്ളതാണ്. 190 അടി നീളത്തിലാണ് ഈ പാലം നിർമ്മിക്കുന്നത്. 24 ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ പാലം എന്നുള്ളത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വാർത്താക്കുറിപ്പായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നീളം കൂടുതലായതിനാൽ തന്നെ പുഴക്ക് മധ്യത്തിൽ ഈ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. പക്ഷേ നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നിലവിൽ ഇവിടെ കനത്ത മഴ പെയ്യുകയാണ് എന്നുള്ളതാണ്. ഈ കനത്ത മഴ പെയ്യുമ്പോൾ ഇന്നലെ നമുക്കറിയാം കനത്ത മഴ പെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് രാത്രി ഏറെ വൈകി ഈ രക്ഷാപ്രവർത്തനം നടത്താതിരുന്നത്. അതിന് പ്രധാനമായിട്ടും ഒന്ന് ഇവിടുത്തെ കാലാവസ്ഥ അത് നമുക്ക് ഒട്ടും അനുകൂലമല്ല. മറ്റൊന്ന് ഏത് നിമിഷവും ഈ മലവെള്ളപ്പാച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം മണ്ണെല്ലാം നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും മണ്ണിടിച്ചിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അത്തരം അപകടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ രക്ഷാപ്രവർത്തനവും നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ദുർഘടം പിടിച്ച സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ എന്തായാലും ഈ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ സേനാ അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അവിടെ സൈന്യം ഇന്നലെ നിർമ്മിച്ച താൽക്കാലിക പാലം മുങ്ങിയിരിക്കുന്നു. ചൂരൽമഴ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. രക്ഷാപ്രവർത്തകർ പുഴയുടെ മറുകരയിൽ തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിലാണ് ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. നേരത്തെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നേരിയ തോതിൽ അവിടെ മഴ ലഭിക്കുന്ന നിലയുമുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്തിന്റെ കയ്യിൽ പുതിയ വിവരങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സുർജിത്ത്, വിശദാംശങ്ങൾ. സുർജിത്ത്, മറ്റു ചില പുഴകളിൽ അതായത് കള്ളാടിപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയുണ്ട്. അത് ഈ 900 കണ്ടി ഭാഗത്താണ്. ആ പുഴയിൽ വലിയ രീതിയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. മഴ പെയ്യുന്നുണ്ട് തുടർച്ചയായി. കള്ളാടിപ്പുഴ 900 കണ്ടി ഭാഗത്താണ്. അത് നേരെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ കൂടെ ഒഴുകുന്ന പുഴയാണ്. അതും നേരെ എത്തുന്നത് ചാലിയാറിലേക്കാണ്. ആ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവിടുത്തെ വയനാട്ടിലെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട 2 പുഴകളാണ്. ഒന്ന് ചൂരൽമല പുഴയും മറ്റൊന്ന് കള്ളാടിപ്പുഴയും. രണ്ടും എത്തുന്നത് ചാലിയാറിലേക്കാണ്. അതിലൊരു പുഴയാണ് ഈ കള്ളാടിപ്പുഴ. ആ കള്ളാടിപ്പുഴയിലാണ് ഇപ്പോൾ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ളത്
എന്നുള്ള തരത്തിൽ നമുക്ക് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാവുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ നിലവെള്ളപ്പാച്ചിലുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനായി പോയ ആളുകൾക്ക് ഇക്കരയിലേക്ക് വരാൻ കഴിയുന്നില്ല. അവരെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഏതാണ്ട് ഒരു 200ഓളം പേർ ഇവിടെ സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ ഇവിടെ മാത്രം കാണുന്നുണ്ട്. അത്ര തന്നെ ആളുകൾ അകത്തുമുണ്ട്. അതായത് മുണ്ടക്കൈ പ്രദേശത്തുമുണ്ട്. ആ മുണ്ടക്കയിൽ നിന്ന് നടന്ന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഈ വരുന്ന ആളുകൾക്ക് ഇക്കരയ്ക്ക് കിടക്കണമെങ്കിൽ ഈ പുഴയിൽ നീരൊഴുക്ക് കുറയേണ്ട അവസ്ഥയുണ്ട്. ആ നീരൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ അവർക്കെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുകയുള്ളൂ. അവരെല്ലാവരും കുടുങ്ങിക്കിടക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ വരെ ശാന്തമായ കാലാവസ്ഥ, ആ കാലാവസ്ഥയ്ക്ക് വലിയ രീതിയിൽ മാറ്റമുണ്ടായത് ഉച്ചയ്ക്കാണ്. അതായത് വെയിൽ ഉദിച്ചതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കടത്തുമായ രീതിയിൽ സാധ്യമാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് ഉണ്ടായില്ല. ഉച്ചയ്ക്ക് ശേഷം ഈ ഭൂപ്രദേശത്തിന്റെ നിറം തന്നെ വീണ്ടും മാറി. മഴപ്പെയ്ത്ത് തുടങ്ങി. ഇടവിട്ട് കനത്ത രീതിയിൽ തന്നെ മഴപ്പെയ്ത്ത് തുടരുകയാണ്. ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ മഴ ഇവിടെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചത്. ഘട്ടം ഘട്ടമായി വെള്ളം കയറി അവസാനം പാലം മുങ്ങുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. താൽക്കാലിക പാലം നിർമ്മിച്ചത് നേരത്തെ പാലം ഉണ്ടായിരുന്നതിന്റെ ഏതാണ്ട് ഒരു 50 മീറ്റർ മാത്രം അകലെയാണ് താൽക്കാലികമായി നടപ്പാലം നിർമ്മിച്ചത്. ആ നടപ്പാലമാണ് മുങ്ങിപ്പോയത്. അതുവഴിയാണ് ഇന്ന് മുഴുവൻ രക്ഷാപ്രവർത്തനം നടന്നിട്ടുള്ളത്. രക്ഷാപ്രവർത്തകർ അക്കരയ്ക്ക് പോയതും അതോടൊപ്പം ഈ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടന്ന മേഖലകളിൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചതുമെല്ലാം തന്നെ ആ പാലത്തിലൂടെയാണ്. ആ പാലമാണ് ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടേക്ക് എത്തുക എന്നുള്ളത് എത്രമാത്രം ബുദ്ധിമുട്ടായി. രക്ഷാപ്രവർത്തകരാണ് ഏറിയ പാടും അവിടെയുള്ളത്. അവർ മാത്രമല്ല മാധ്യമ പ്രവർത്തകരുമുണ്ട്. അവർക്ക് ഇക്കരയ്ക്ക് വരിക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ സമയമെടുത്താലും ഒരുപക്ഷെ നീരൊഴുക്ക് കുറഞ്ഞില്ലെങ്കിലും ഈ സിപ്പ് ലൈൻ വഴി ആളുകളെ ഇങ്ങോട്ടേക്ക് വേഗത്തിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സൈന്യമുണ്ട്, NDRF ഉണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. പിന്നെ പൊതുവെ ഇവിടെ ഉയരുന്ന ഒരു വിമർശനമുണ്ട്. ഈ VIP സന്ദർശനം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. VIP ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് VIP എത്തുമ്പോൾ ചെറിയ റോഡാണ്. ആ ചെറിയ റോഡിലൂടെ ആണ് ഈ ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല ഈ റോഡിന്റെ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് VIP കൂടുതലായി ഇവിടേക്ക് എത്തുമ്പോൾ അവരുടെ സംവിധാനങ്ങൾ, അവരുടെ മറ്റു വാഹനങ്ങൾ, അനുബന്ധ സെക്യൂരിറ്റി സംവിധാനങ്ങൾ, ഇതെല്ലാം വാഹനങ്ങളാണ്. ആ വാഹനങ്ങളെല്ലാം കൂടി ഇവിടേക്ക് എത്തുമ്പോൾ ഈ ആംബുലൻസ് സർവീസിനെ അടക്കം ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന മൂലവും വലിയ രീതിയിലുള്ള പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ള വിമർശനം പൊതുവെ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ മേഖലയിൽ നിന്നുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ എത്തുന്നു എന്നുള്ളത് കാണുന്നു. കാരണം ഈ അവസാന ഘട്ടത്തിലും മൃതദേഹങ്ങൾ എത്തുന്നു എന്നുള്ളത് വലിയ ഭയാനകമായ കാഴ്ച തന്നെയാണ്. മൃതദേഹങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. തെരച്ചിൽ നടത്തുന്നതിനൊപ്പം തന്നെ മൃതദേഹങ്ങളും കണ്ടെത്തുന്നു എന്നുള്ള ഒരു അനുഭവവും സാഹചര്യവുമാണ് ഇപ്പോൾ ഈ ചൂരൽമല പ്രദേശത്ത് നിന്ന് പങ്കുവെക്കാനുള്ളത്. മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ 5 പേരെ കാണാനില്ല എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ മുണ്ടക്കൈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അധിക സമയത്തേക്ക് ഇത് തെരച്ചിൽ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. കാരണം മഴപ്പെയ്ത്ത് തുടരുകയാണ്. മലവെള്ളപ്പാച്ചിൽ പലയിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ആളുകൾ എല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതായത് ചുരുങ്ങിയതൊരു 200-300 ഇടയിൽ ആളുകൾ അക്കര ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് അവർക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. വെള്ളം ഒന്ന് കുറഞ്ഞാൽ അവർക്ക് ഇക്കരയിലേക്ക് എത്താൻ കഴിയും. അതിനുവേണ്ടിയുള്ള സംവിധാനം എല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. സൈന്യം നിർമ്മിക്കാൻ പോകുന്ന ബെയിലി പാലം, അതിൻ്റെ നടപടികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഔദ്യോഗികമായി തന്നെ സൈന്യം അറിയിക്കുന്നത് നാളെ വൈകിട്ടോടുകൂടി അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നുള്ളതാണ്. വലിയ പാറക്കല്ലുകളൊക്കെ നീക്കി അതിനുവേണ്ട നടപടികളൊക്കെ അവിടെ നടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. പക്ഷേ അവിടെ വെല്ലുവിളിയായി നിൽക്കുന്നത് കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതിൻ്റെ നിർമ്മാണം നീണ്ടുപോകുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. നിലവിൽ സൈന്യം ഔദ്യോഗികമായി അറിയിക്കുന്നത് പ്രകാരമാണെങ്കിൽ നാളെ വൈകിട്ടോടെ ആർമിയുടെ താൽക്കാലിക പാലം, ബെയിലി പാലം സജ്ജമാകും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രക്ഷാദൗത്യത്തിന് വലിയ വേഗം കൈവരും എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. നിലവിൽ ഇന്നലെ നിർമ്മിച്ച താൽക്കാലിക പാലം അത് മുങ്ങിയിരിക്കും.
കുത്തൊഴുക്കുന്നു. അത് വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദിവസം അവസാനിക്കാൻ, അല്ലെങ്കിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി കാലാവസ്ഥയുടെ രൂപത്തിൽ, പുഴയിലെ കുത്തൊഴുക്കിൻ്റെ രൂപത്തിലൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തകർ പുഴയുടെ മറുകരയിൽ തുടരുന്നുണ്ട്. മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിശക്തമായല്ലെങ്കിലും നേരത്തെ അതിശക്തമായ രീതിയിലുള്ള മഴ പെയ്തിരുന്നു. ഇപ്പോൾ നേരിയ തോതിലാണ് മഴ ലഭിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള കണക്ക് കൂടി പുറത്തു വരികയാണ്. അത് ആകെ മൃതദേഹം അവിടെ 91 എന്നുള്ളതാണ്. അതിൽ 50 പൂർണ്ണ മൃതദേഹങ്ങളാണ്, 41 ശരീരഭാഗങ്ങളാണ്. പലതും ശരീരഭാഗങ്ങളായാണ് അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്, ചാലിയാർ പുഴയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. എത്രത്തോളം ഭീകരമായ വേദനാജനകമായ കാഴ്ചയാണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം.